ഹലോ, അസ്സലാമു അലൈക്കും ഗായ്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ അവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിസ്സകളാണ്. പിസ്സ എന്ന് പറയുമ്പം നാട്ടിലെ പിസ്സ അല്ല, ഇതുപോലെ മോഡലാണ്. ചീസുണ്ട്, പിന്നെ ഷബാന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ചീര ഉണ്ടല്ലോ, ചീര. ആ ചീര കൊണ്ടൊരു ഇവിടെ അത് ഭയങ്കര പ്രിയമാണ്. അത് ഇതാണ് സാധനം, കണ്ടില്ലേ? നാട്ടിൽ പച്ച ചീര ഉണ്ട്, ഇതിനെവിടെ ഷബാനക്കെന്ന് പറയും. ഇതുകൊണ്ടിവിടെ ഒരു പിസ്സ പോലെ ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ മാവിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുക, കണ്ടില്ലേ? ഇതൊക്കെയാണ് നമ്മളെ പണി. മടക്കി വയ്ക്കുക, കണ്ടില്ലേ? ഇങ്ങനെ വയ്ക്കുക, മോഡലാണ്. അതിലേക്ക് കുറച്ച് ചീസ് ഇങ്ങനെ തൂട്ടുക, കണ്ടില്ലേ? അപ്പോൾ ഇത് ഒരൈറ്റായി. ഇനി തീർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ, ഇനി ഒരു ഐറ്റം കൂടെ ഉണ്ട്. അത് വെച്ചിട്ട് കാണിച്ചു തരാം. അടുത്തൊരു അതേപോലത്തെ വേറൊരു ചീസിൻ്റെയാണ്, അതും കൂടെ ഒന്ന് പരത്തിയതിന് ശേഷം കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതില്ലേ, പരത്തുക. മാവ് പറയുന്ന സാധാ മാവല്ല, ഇതിൽ ഹമീറ ഉണ്ട്, പഞ്ചസാര, ചേർവയൊക്കെ ഉണ്ട് ഈ മാവിന്. അതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് മുറിച്ചതിന് ശേഷം അതതിൻ്റെ അടുത്തതായിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇല്ലേ? ചീസ് കണ്ടോ? ഇത് ചീസും പാർസലി എന്ന് പറയുമ്പോൾ ബഗ്ദുനസ് എന്ന് പറയും. ഇവിടെ പാർസലി എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്. വെച്ച് തേച്ച് പിടിപ്പിക്കുക, കണ്ടില്ലേ? ഓരോ ഭക്ഷണങ്ങൾ നമ്മളെല്ലാം അറിഞ്ഞിട്ട് വന്നല്ല, ഇവിടെ വന്ന് കണ്ട് ഏകദേശം എല്ലാം പഠിച്ചതാണ്, കണ്ടില്ലേ? ഇവിടുത്തെ ഭക്ഷണം പിന്നെ ഒന്നും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാം അറിയാം, ഒന്നും പറഞ്ഞു തരണ്ട. പിന്നെ ഏത് സ്റ്റേറ്റിൽ പോയാലും ഗൾഫ് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ എല്ലാം ഞാൻ ചെയ്തോളൂ. പിന്നെ ചെറിയ അറബി കുറച്ച് പിടുത്തം കുറവാണ്. പിന്നെ ഐറ്റംസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവർ ബോധ്യമായില്ല, കണ്ടില്ല? അടുത്ത അതേപോലെ കുറച്ച് ചീസ് അതിലേക്ക് കുറച്ച് പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് എന്ന് പറയുമ്പോൾ സാധാ പെയിൻ്റല്ല, മുട്ട ഇങ്ങനെ ഉടച്ച് ബ്രഷ് കൊണ്ട് സൈഡിൽ ഇങ്ങനെ അത് തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവനിൽ വെക്കുമ്പോൾ ഒന്ന് ചുവന്ന് കിട്ടും, അതിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഇതിങ്ങനെ തേച്ച് പിടിക്കുക, കണ്ടില്ലേ? ഇങ്ങനെ ഒന്ന് തേച്ച് പിടിക്കുക. അതിലേക്ക് ഇത് നമ്മുടെ നാട്ടിൽ എള്ളെന്ന് പറയും, കണ്ടില്ലേ? അത് പതുക്കെ ഒന്ന് തൂറ്റ്. ഇത് ഇവർക്കൊക്കെ ഭയങ്കര പ്രിയമാണ് ഈ സാധനം, കറുത്ത എള്ള്. അപ്പോൾ അതുണ്ടായി ഉണ്ടല്ലോ, ഉണ്ടായിട്ടാണ്. ഇതിനെ ഓവനിൽ വെച്ചെടുക്കുക. ഓവനിൽ കെട്ടാണ്. ഒരു 20 മിനിറ്റ് ഒരു ചെറിയ സ്ലോവിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോൾ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ആയിക്കോളും. അപ്പോൾ കടല ഇതൊക്കെയാണ് പണി. അങ്ങനെ നമ്മൾ ഓവനിൽ വെച്ച 10-20 മിനിറ്റ് ആയിരിക്കണം എടുക്കാൻ പോയിട്ട് നോക്കിക്കോണം.
കണ്ടില്ലേ? നമുക്ക് അടിപൊളിയായില്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത് ഫത്തായ. നമ്മുടെ നാട്ടിലെ ഇത് പിസ്സ എന്ന് പറയും, പല തരത്തിലുണ്ട്. ഇത് ഇവിടെ ഫത്തായ എന്ന് പറയും അറബി നാട്ടിലെ. ഇതാണ് ഓക്കെ.